മുമ്പെങ്ങുമില്ലാത്ത വിധം ഭൂമി ചുട്ടുപഴുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലാകട്ടെ തിരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം അന്തരീക്ഷത്തിലെയും ചൂട് കാരണം സ്ഥാനാർത്ഥികളും വിയർത്തുകൊണ്ടാണ് പ്രചരണ രംഗത്തുള്ളത്. എന്നാൽ ഇനിയധികം വിയർക്കേണ്ടി വരില്ലെന്നുള്ള വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത്. ഈ വർഷം ജൂണോടെ എൽ നിനോ സാഹചര്യം അവസാനിച്ചേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം. ആഗോള കാലാവസ്ഥയെ ബാധിക്കുന്ന എൽ നിനോ ദുർബലമാകാൻ തുടങ്ങിയെന്നും ഓഗസ്റ്റിൽ ലാനിന പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും ആഗോള കാലാവസ്ഥാ ഏജൻസികൾ പ്രവചിച്ചിരിക്കുകയാണ്. ജൂൺ ഓഗസ്റ്റ് മാസത്തോടെ ലാനിന പ്രതിഭാസമുണ്ടാകുകയാണെങ്കിൽ ഈ വർഷം രാജ്യത്ത് മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ലഭിക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പ്രവചിച്ചു. നിലവിലെ നിഗമനങ്ങൾ ഇങ്ങനെയാണെങ്കിലും എൽ നിനോ ലാനിന പ്രതിഭാസങ്ങൾ കൃത്യമായ പ്രവചനങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രവചനങ്ങൾ അനുസരിച്ച് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഏറ്റവും ഉയർന്ന മൺസൂൺ സീസണിൽ ഇന്ത്യയിൽ സാധാരണയിലും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. എൽ നിനോയിൽ നിന്ന് ലാനിന അവസ്ഥയിലേക്കുള്ള സുഗമമായ മാറ്റമാണ് ഇതിന് കാരണം. എൽ നിനോ സൗത്തേൺ ഓസിലേഷൻ സന്തുലിതാവസ്ഥയിലേക്ക് മാറിയാലും ഈ വർഷം മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതായിരിക്കും. എൽ നിനോ ദുർബലമാകാൻ തുടങ്ങിയെന്ന് യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് കാലാവസ്ഥാ വ്യതിയാന സേവന കേന്ദ്രം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2023 മൺസൂൺ സീസണിൽ 820 മില്ലിമീറ്റർ മഴയാണ് ഇന്ത്യയിൽ ലഭിച്ചത്. എൽ നിനോ 2024 ആദ്യ പകുതി വരെ തുടരുകയാണെങ്കിൽ 2024 ചൂടേറിയ വർഷമാകുമെന്നും പ്രവചനമുണ്ടായിരുന്നു. എന്നാൽ ലാനിന രൂപപ്പെട്ടാൽ താപനില കുറയും. അതേസമയം ഉയർന്ന താപനില തുടരുകയാണെങ്കിൽ തീവ്രമായ ചുഴലിക്കാറ്റും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കാലാവസ്ഥയെ സ്വാധീനിക്കാൻ ശക്തിയുള്ളതാണ് എൽ നിനോ പ്രതിഭാസം. 2024 ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായി എൽ നിനോ പ്രതിഭാസം മാറ്റുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഓസ്ട്രേലിയയെ വരൾച്ചയിലേക്കും തെക്കേ അമേരിക്കയിൽ കൂടുതൽ മഴ ലഭിക്കുന്നതിനും ഇന്ത്യയിലെ മൺസൂൺ ദുർബലപ്പെടുത്തുന്നതിനും ഇത് കാരണമാകുമെന്നായിരുന്നു മുമ്പ് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നത്. സ്പാനിഷ് ഭാഷയിൽ ചെറിയ കുട്ടിയെന്ന് അർത്ഥമാക്കുന്ന പദമാണ് എൽ നിനോ. 2 മുതൽ 7 വർഷം വരെ വർഷങ്ങളുടെ ഇടവേളയിൽ പസഫിക് സമുദ്രത്തിൽ വികസിക്കുന്ന സവിശേഷ കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽ നിനോ. ഇതുവരെ പസഫിക്കിലെ മധ്യഭാഗത്ത് ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുമായി ഒരു നിശ്ചിത പ്രദേശത്ത് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ അസാധാരണമായ ചൂട് രൂപപ്പെടും. തെക്കേ അമേരിക്കയുടെ പസഫിക് തീരത്ത് നിന്ന് ഗാലപാഗോസ് ദ്വീപുകളുടെ പടിഞ്ഞാറ് ഭാഗം വരെയാണ് ഈ പ്രതിഭാസം കാണുക. എൽ നിനോയുടെ നേർവിപരീതമായുള്ള പ്രതിഭാസമാണ് ലാനിന. ഭൂമിയുടെ പടിഞ്ഞാറ് വശത്തേക്ക് സഞ്ചരിക്കുന്ന വായുപ്രവാഹത്തിന്റെ വേഗത കുറയുകയും ചൂടുവെള്ളം കിഴക്കോട്ട് തള്ളി മാറ്റപ്പെടുകയും ചെയ്യുന്നതാണ് എൽ നിനോ പ്രതിഭാസത്തിന് കാരണം. ഇതിന്റെ ഫലമായി മധ്യരേഖ പസഫിക്കിലെ സമുദ്രോപരിതലത്തിലെ താപനില ശരാശരിയേക്കാൾ കൂടുതലായി കാണപ്പെടും. മുൻകാലങ്ങളിൽ ആഗോളതലത്തിൽ കനത്ത ചൂടിനും പ്രളയങ്ങൾക്കും വരൾച്ചയ്ക്കും എൽ നിനോ കാരണമായിട്ടുണ്ട്. ഭൂമിയിൽ സാധാരണഗതിയിൽ ലഭ്യമാകുന്ന മഴയുടെയും ചൂടിന്റെയും കാറ്റിന്റെയും ഒക്കെ ഗതിയും ദിശയും സമയക്രമവും മാറ്റാൻ ഈ പ്രതിഭാസത്തിന് സാധിക്കും. ലോകത്തെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായത് 2014 മുതൽ 16 വരെ നീണ്ടുനിന്ന എൽ നിനോ പ്രതിഭാസത്തോടെയാണ്. ഇത് ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ കടുത്ത ചൂടിനും വരൾച്ചയ്ക്കും കാരണമായപ്പോൾ മറ്റു ചിലയിടങ്ങളിൽ കൊടും പേമാരിയും പ്രളയവും ഉണ്ടാക്കാനിടയായി. ഏറ്റവും ചൂട് കൂടിയ വർഷമായാണ് 2016 അറിയപ്പെടുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ എൽ നിനോ സംഭവിച്ചില്ലെങ്കിൽ കൂടിയും കാലാവസ്ഥാ വ്യതിയാനം ആഗോള താപനിലയിൽ വർധനയുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ കഴിഞ്ഞ 100 വർഷത്തിനിടെ 18 വരൾച്ചകളാണ് ഉണ്ടായത്. ഇതിൽ 13 എണ്ണവും എൽ നിനോയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനങ്ങളിലാണ് എൽ നിനോ പ്രതിഭാസവും രാജ്യത്തെ മൺസൂണും തമ്മിൽ ബന്ധമുണ്ടെന്ന വിലയിരുത്തലിലേക്ക് വിദഗ്ധരെത്തിയത്.